6 കൊല്ലം 5 കൊല്ലം 6 ശ്രീ വിൻസെന്റ്, കൊല്ലം താങ്കൾ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ മുഖവിലേക്ക് എടുക്കുകയാണ്. കാരണം ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞ വാദമുഖങ്ങൾ കൂടി കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനൊപ്പം തന്നെ താങ്കൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നേരത്തെ ഈ ഇലക്ട്രിക് ബസ്സുകൾ അവ ലാഭകരമാണോ എന്നറിയാനുള്ള കണക്കുകൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയില്ല. ഇതിപ്പോൾ പൊടുന്നനെ എങ്ങനെ വന്നു എന്നൊരു സംശയം കൂടി താങ്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അതായത് ഞങ്ങൾ ചെയ്ത കൃത്യങ്ങളെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ATM മെഷീനുകൾ 2 വർഷം മുമ്പാണ് വാങ്ങിയത്. അന്ന് ആൻഡ്രോയിഡ് സംവിധാനം നമ്മുടെ ലോകത്ത് നിലനിൽക്കുകയാണ്. അന്ന് ആൻഡ്രോയിഡ് സംവിധാനം ഉൾപ്പെടുന്ന ATM വാങ്ങാതെ വേറെ ഏറ്റവും മോശപ്പെട്ട ATM വാങ്ങിയ ATMകളെല്ലാം 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ കേടായി, ടിക്കറ്റ് അടിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പിന്നെ പഴയ റാക്ക് എടുത്തുകൊണ്ട് കണ്ടക്ടർമാർക്ക് ടിക്കറ്റ് കൊടുക്കേണ്ട സ്ഥിതി വന്നു. ഇപ്പൊ പുതിയ ആ കേടായത് എന്റെ കാരണം പറയാതെ ഇപ്പൊ ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ATM വാങ്ങാൻ പോകുന്നു. അങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ആൻഡ്രോയിഡ് സംവിധാനമുള്ളത് വാങ്ങിയില്ലെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാരണം അതൊന്നും ഉപയോഗയോഗ്യമല്ല. 2 കോടികൾ ചെലവഴിച്ച് വാങ്ങിയ ATM മെഷീനുകൾ കേടായപ്പോ എന്നാൽ പിന്നെ ഈ ആൻഡ്രോയിഡ് സംവിധാനം ഉള്ളത് വാങ്ങാം എന്ന മറ പിടിച്ച് അതിനെ റീപ്ലേസ് ചെയ്യാം. പല ഇടപാടുകളിലും വലിയ ദുരൂഹതകളുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കാം. ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയ ഉടനെ തന്നെ 15 ബസ്സുകളുടെ ചില്ലുകൾ വീണ് ഉടയുകയാണ്. പിന്നെ ഈ ബസ്സുകളൊന്നും തന്നെ എന്റെ ചെയ്യിപ്പിച്ചുള്ളതല്ല, പരിശോധിക്കേണ്ടതാണ്. ഇത് എല്ലാം ഈ ബസ്സുകളുടെ ഇതിനെ കുറിച്ചെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ടുള്ള ബാറ്ററി, അതിന്റെ 3-1 വില വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തന്നെ 5-6 വർഷത്തെ വാറന്റിയിലുണ്ട്. അത് കഴിഞ്ഞാൽ ആര് വാങ്ങും? ഇത് വാങ്ങാനുള്ള തീർച്ചയായും ശ്രീ വിൻസെന്റ്, ഏതായാലും താങ്കൾ ഉയർത്തിയ വാദമുഖങ്ങൾ കൂടി കൃത്യമായി ഈ ചർച്ചയിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ ഡിജോ